സുപ്ത, ഉറങ്ങുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. സുഷുപ്താവസ്ഥയിൽ ഇരിക്കുന്നവൾ. ഗാഠനിദ്രയിൽ ജീവാത്മാവ് സ്ഥൂല ശരീരവും സൂക്ഷ്മശരീരവും വിട്ടുകൊണ്ട് കാരണശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണശരീരം അവിദ്യയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും തന്നെ അറിയുന്നതുമില്ല. ഉണരുമ്പോൾ ഞാൻ നന്നായി ഉറങ്ങി എന്ന ബോധമാണ് ഉണ്ടാവുക. സുഷുപ്തി എന്ന ഗാഠമായ നിദ്രാവസ്ഥയിൽ കാരണശരീരമാണ് ഞാൻ എന്ന ഭാവത്തിലുള്ള ജീവൻ പ്രവർത്തിക്കുന്നു. അതിന് പ്രാജ്ഞൻ എന്നാണ് പേര്. പ്രാജ്ഞനും അമ്മ തന്നെയാണ്. അതുകൊണ്ട് അമ്മയെ സുപ്ത എന്ന് ഇവിടെ സ്തുതിക്കുന്നു. അവിദ്യയ്ക്ക് 3 പ്രകാരങ്ങളുണ്ട്. ഒന്ന് അജ്ഞത, ഗാഠനിദ്രയിൽ ഒന്നും തന്നെ അറിയുന്നില്ല. രണ്ടാമത്തേതാണ് ഞാൻ എന്ന അവസ്ഥ. മൂന്നാമത്തേതാണ് സുഖമായി എന്ന തോന്നൽ. സുഷുപ്തി എന്ന അവസ്ഥയിൽ കാരണശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കുന്ന ജീവന്റെ തോന്നലുകളാണ് ഇവ 3 എന്ന് പറയാം. കാരണശരീരമാണ് ഞാനെന്ന ഭാവത്തിൽ അഭിരമിക്കുന്ന സുഷുപ്താവസ്ഥയിലുള്ള ജീവാത്മാവായ ചൈതന്യത്തെ ഈ നാമം കുറിക്കുന്നു. ഓം സുപ്തായൈ നമഃ. ഓം